നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ആ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഉണ്ട് കോള് വരുന്ന നാളെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പം ഇനി നാളെ 7 മണിന്റെ മുന്നേ അങ്ങോട്ട് നാട്ടിലേക്ക് എത്തുമാണ്. അപ്പം എനിക്ക് രാത്രി അപ്പം നാളെ ഷൂട്ടുള്ളതല്ല. അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നേ. സ്മാർട്ട് ബസാർക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഞാൻ അന്വേഷിച്ച് ചെന്ന സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഐസ്ക്രീം നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഹോസ്റ്റലിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ എത്തി എന്തെങ്കിലും തണുത്തത് കിട്ടണം കേട്ടോ. ഐസ്ക്രീമിന്റെ റേറ്റ് കണ്ടിട്ട് അമ്മിനിക്കുട്ടിന്റെ കിളി വയ്ക്കണം കേട്ടോ. നാളെ രാവിലെ ഉറക്കത്തിൽ നീച്ച് പോകണം ആലോചിച്ചിട്ട് ഭയങ്കര മടിയുണ്ട്. പക്ഷെ വേറെ വഴിയില്ല, നമ്മളെ വർക്ക് ഇതല്ലേടാ. തപ്പി വന്ന സാധനം എന്താ വെച്ചാൽ നമ്മളെ ഫേസത്തെ ഹെയർ റിമൂവ് ചെയ്യില്ലേ, ഫേഷ്യൽ റൈസർ, അതായിരുന്നു കേട്ടോ. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ അടിച്ച് പറക്കി ഞാൻ നോക്കുന്നുണ്ട് അവിടെ ഉണ്ടോ. അവിടുത്തെ ചെക്കന്മാരോട് ചോദിച്ചപ്പോൾ ചെക്കന്മാർ പറഞ്ഞു ഇവിടെ കാണുന്നില്ലാത്താന്ന്. അവിടെ ഇങ്ങനെ തപ്പണേന്റെ ഇടയിൽ ഈ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ അവളോട് പറയാണ് നമ്മളെ ജ്വല്ലറീസ് ഒക്കെ നമുക്ക് ഇങ്ങനെ അതിൽ എടുത്ത് വെക്കാന്ന്. നല്ല ബോക്സ് ആയിരുന്നു. പിന്നെ ലാസ്റ്റിന്റെ പരിശ്രമം വെറുതെ ആയി പോയി, തപ്പിയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 2 കൂൾ ഡ്രിങ്ക്സും ഞാനൊരു മാംഗോ ബാറും എടുത്തിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. കുട്ടി ദാഹം മാറ്റാൻ ഒരു ഡ്രിങ്ക് വാങ്ങിയപ്പോൾ അമ്മണിക്കുട്ടിക്ക് ഒന്നും കൂടി ഫ്രീ കിട്ടിക്കണം. അതിന്റെ നിലവാലാണ് നിങ്ങൾ ഈ കാണേണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്റ്റലിൽ നിന്നിട്ട് കുറച്ച് ഫിൽറ്റർ ഒക്കെ ഇട്ട് കളിച്ചു.